ഹലോ എവ്രിവൺ, വെൽക്കം ടു ഐഫർ സ്മാർട്ട് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മഷ്റൂം മസാല റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ടാകും നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിൽ 200 ഗ്രാം കട്ട് ആൻഡ് ക്ലീൻ ചെയ്ത മഷ്റൂം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ടർമറിക്, 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, ഹാഫ് കപ്പ് കർഡ്. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിന് 10 മിനിറ്റ്സ് നമ്മൾ സൈഡ് മാറ്റി വെക്കണം. ഇനി നമുക്കൊരു ബ്ലെൻഡറിലേക്ക് സോക്ക് ചെയ്ത് 10 to 12 ആൽമണ്ട് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് കാഷ്യൂം യൂസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് കടായി ഒന്ന് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആൻഡ് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ ഒന്ന് ഏകദേശം മെൽട്ടായി വരുമ്പോൾ ഇതിലേക്ക് തന്നെ സ്പൈസസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് 1 ബേ ലീഫ്, 2 കാർഡമൻ, സ്മോൾ പീസ് സിനമൺ, 3 ക്ലോവ്സ്. നെക്സ്റ്റ് ഇതിലേക്ക് ഫൈൻലി ചോപ്പ് ചെയ്ത് ഓണിയൻ ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്യണം. നെക്സ്റ്റ് ഒരു 2 മിനിറ്റ്സ് അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ബിഗ് ഓണിയൻ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട്. ഇനി ഇതിലേക്ക് 2 ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തത്, 1/2 ടീസ്പൂൺ ടർമറിക്, 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. ഇത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സ്മാഷ് ചെയ്യുന്നത് വരെ സോട്ട് ചെയ്ത് ലിഡ് ക്ലോസ് ചെയ്ത് 2 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. ഇനി ഇതിലേക്ക് ആൽമണ്ട് ഓർ കാഷ്യൂ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കാഷ്യൂ ഉള്ളത് കൊണ്ട് ഞാൻ ആൽമണ്ടാണ് ഇട്ടത്. ജസ്റ്റ് ഒന്ന് സോട്ട് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മഷ്റൂം ഇട്ട് കൊടുക്കണം. അതേപോലെ ഇതിലേക്ക് 3/4 കപ്പ് വാട്ടർ ആഡ് ചെയ്ത് ലിഡ് ക്ലോസ് ചെയ്ത് ഇതിനൊരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. അപ്പോൾ 10 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനലി ചോപ്പ് ചെയ്ത കൊറിയൻഡർ ലീവ്സ് ഇട്ട് കൊടുത്ത് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് നമുക്ക് ചൂടോടെ ബൗളിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ മഷ്റൂം മസാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയുമാണിത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.